സ്ത്രീകൾ സമ്പാദിക്കുന്നത് കുറവാണ്, കാര്യങ്ങളെല്ലാം ചെലവേറിയതും. കോസ്മെറ്റിക്സും വസ്ത്രങ്ങളും വില കൂടിയതാണ്. വരുമാനം കുറവ്, ഉള്ളത് ഇതിനായി ചെലവാക്കുകയും വേണം. എന്തിനാണ് ലിപ്ഗ്ലോസ് ഉണ്ടോ എന്ന് ഇത്ര ശ്രദ്ധിക്കുന്നത്? ചുണ്ടുകൾ വെറും ചുണ്ടാണ്. പുരുഷൻ ചായം പൂശുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനാണിങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിത് മനസ്സിലായിട്ടില്ല. ആലോചിച്ചു നോക്കൂ. ഞാൻ വരുന്നു, ചുണ്ടുകൾ ചായം പൂശിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു, അഹാ അഹാ, ഭയങ്കര ചുണ്ടുകൾ. പക്ഷേ ഇതവിടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല. താഴേക്ക് പോകുന്തോറുമെല്ലാം തുറന്നു കാട്ടപ്പെടുകയാണ്. എല്ലാവരും വെറും മനുഷ്യർ. ചുണ്ടുകൾ വെറും മാംസപേശിയാണ്. ആണിനും പെണ്ണിനും ഇതൊന്നുതന്നെയാണ്. പിന്നെന്തിനാണ് ഈ ചായം പൂശൽ? ആരോ നമ്മളെ ശ്രദ്ധിക്കാനും നമ്മുടെ ഭാരം ഏറ്റെടുക്കാനും നമ്മളെ സംരക്ഷിക്കാനും വേണ്ടിയാണോ ഇതെല്ലാം? അത്രയേയുള്ളൂ. കാര്യം കേൾക്കുമ്പോൾ മോശമായി തോന്നാം, പക്ഷെ ഇതാണ് സത്യം. എനിക്ക് ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ശേഷിയുണ്ട്. പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവുകളല്ലേ കാട്ടേണ്ടത്? പുരുഷന്റെ ഷർട്ട് ശരീരത്തെ മറയ്ക്കുന്നതാണ്. ഇത്രയൊക്കെയുള്ളൂ അത്. പുരുഷന് ഇങ്ങനെയെങ്കിൽ സ്ത്രീയുടെ വസ്ത്രങ്ങൾ മാത്രം എന്തിനാണ് ഇത്തറന്നു കാട്ടുന്നത്? എനിക്ക് ശരീരത്തോട് എതിർപ്പില്ല. ക്ലീവേജ് ഒരു പ്രശ്നമേയല്ല. വ്യത്യാസം എന്തിനാണ്? പുരുഷന്റെ ശരീരം ആവശ്യത്തിന് മറഞ്ഞിരിക്കുന്നു, അതിൽ കൂടുതൽ ആവശ്യമില്ല. പക്ഷേ സ്ത്രീയുടെ വസ്ത്രം ബ്ലൗസായാലും മറ്റായാലും ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കുന്നത് പോലെയാണല്ലോ. എന്തിനാ ചോദിക്കുന്നത് ഞങ്ങൾ എന്തുകൊണ്ട് ദുർബലരായി പോയി എന്ന്? വെറും ശരീരം മാത്രമാണിത്. ബൈ. ഒരാൾക്ക് പെൺശരീരം കിട്ടി, മറ്റൊരാൾക്ക് ആൺശരീരവും. പ്രകൃതിയിലെല്ലാം 50 മുതൽ 50 വരെ ആണ്.